الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله بسم الله الرحمن الرحيم إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا പ്രിയപ്പെട്ട വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൃഷ്ടാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പൂർണ്ണ അർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും പ്രവാചക ചര്യകൾ അതർഹിക്കുന്ന ഗൗരവത്തോടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് കൂടിയും എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ശക്തമായ ഭാഷയിൽ അല്ലാഹു അതിൽ നമ്മെ ഏവരെയും തുണയ്ക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മൾ പല സന്ദർഭങ്ങളിലും ചില സംഭവങ്ങൾ കണ്ടിട്ടോ
അതല്ല എങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കേട്ടിട്ടോ ഒക്കെ വളരെയധികം പേടിയും നടുക്കവും അനുഭവിച്ചിട്ടുള്ളവരാണ്. ചില അപകടങ്ങളും പെട്ടെന്നുള്ള ചില ആളുകളുടെ മരണങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ നമ്മളപ്പോൾ തന്നെ പറയും, അത് കേട്ടിട്ട് ഞാൻ വല്ലാതെ നടുങ്ങിപ്പോയി, ഭയവിഹ്വലവരായി പോയി എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അല്ലാഹുവിനെ ഓർത്ത് നടുക്കം അനുഭവപ്പെടുക എന്നുള്ളത്. ദുനിയാവിലെ പല സംഭവങ്ങളും കണ്ടിട്ടും കേട്ടിട്ടും നടുക്കം അനുഭവപ്പെടുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നടുങ്ങാൻ സാധിക്കണം എന്നുള്ളതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് മുശ്ഫിഖ് എന്ന പദപ്രയോഗത്തിലൂടെയാണ്. ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു ഈ ഒരു അല്ലാഹുവിനെ പേടിക്കുന്ന, അല്ലാഹുവിനെ ഓർത്ത് നടുങ്ങുന്ന സ്വഭാവത്തിന് ഉടമകളായ വിശ്വാസികൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ ദുനിയാവിലും പരലോകത്തും പ്രദാനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു നമുക്കറിയാം, രഹസ്യമായിട്ടും പരസ്യമായിട്ടും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന അമാനത്താണ് മനുഷ്യരായ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഈ അമാനത്തിനെ അല്ലാഹു ലോകത്ത് ആകാശങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തു, കാണിച്ചു കൊടുത്തു. ഭൂമിക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു, പർവ്വതങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു. പക്ഷേ അവയൊക്കെ പേടിച്ച് നടുങ്ങിപ്പോയി എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്നാ അറദിനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാലി فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ഈ അമാനത്തിനെ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക എന്ന അമാനത്ത്, ഇതിനെ അല്ലാഹു ആകാശത്തിന് പ്രദർശിപ്പിച്ചു കൊടുത്തു, ഭൂമിക്ക് അല്ലാഹു പ്രദർശിപ്പിച്ചു കൊടുത്തു, മലകൾക്ക് അല്ലാഹു പ്രദർശിപ്പിച്ചു കൊടുത്തു. പക്ഷേ അവയൊക്കെ എന്താ ചെയ്തത്? പേടിച്ച് ഭയവിഹ്വലരായി പോയി എന്ന് ഈ ഉത്തരവാദിത്തങ്ങൾ കണ്ടിട്ട്. എന്നിട്ടോ അതിനെ അവർ നിരസിക്കുകയാണ് ചെയ്തത്, ഏറ്റെടുക്കാതെ. പക്ഷേ എന്ത് ചെയ്തു? മനുഷ്യനെ അതിനെ എന്ത് ചെയ്തു? ഏറ്റെടുത്തു എന്ന് അല്ലെ? മനുഷ്യൻ അതിനെ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ അവൻ അക്രമികാരിയും അവിവേകിയുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഈ അമാനത്തിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഉത്തരവാദിത്തം
ഈ ഒരു ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിചാരണയുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലേ? നിങ്ങൾക്ക് നൽകിയ ഈ അമാനത്ത് കൊണ്ട്, നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ അമാനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് എന്ന കൃത്യമായ ചോദ്യം നാളെ പരലോകത്ത് നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ അമാനത്തിനെ സംബന്ധിച്ച കൃത്യമായ കിടുങ്ങലും പേടിയും ഭയവും നമുക്കുണ്ടാകണം. അങ്ങനെ മുഷ്ഫിക്കായി തീരണം എന്നാണ് ഖുർആൻ വിശ്വാസികളായ നമ്മളോട് ഉണർത്തുന്നത്. ഇപ്പൊ മലക്കുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഖുർആനിൽ. മലക്കുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് വിശുദ്ധ ഖുർആനിന്റെ 21-ാം അധ്യായം സൂറത്ത് അംബിയാഇന്റെ 27, 28 വചനങ്ങളിൽ അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് എന്താണ് അവരെ സംബന്ധിച്ച് പറഞ്ഞത്? ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സംസാരത്തിന് മറികടന്നുകൊണ്ടുള്ള ഒരു സംസാരവും മലക്കുകൾ നടത്തുകയില്ല. മലക്കുകൾക്ക് അങ്ങനെ ഒരു സംസാരവുമില്ല. വഹും ബിഅംരിഹി യഅമലൂൻ. അതോടൊപ്പം അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ, പടച്ച തമ്പുരാൻ മലായിക്കത്തുകളോട് എന്താണോ പറഞ്ഞത്, ആ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അല്ലാഹു അറിയുന്നു എന്ന്. അവരാർക്കും എന്താണ്? ശുപാർശ പറയുകയില്ല. എങ്ങനെയല്ലാതെ? അല്ലാഹു തൃപ്തിപ്പെട്ടവർക്കൊഴികെ അവര് ശുപാർശ പറയുകയുമില്ല. വഹും മിൻ ഖശ്യത്തിൻ മുശ്ഫിഖൂൻ. പോയിന്റ് ആണ് എന്താണ്? വഹും അവര് മിൻ ഖശ്യത്തിഹി അല്ലാഹുവിനെ ഭയപ്പെടുന്നു. എങ്ങനെയാണ് ഭയപ്പെടുന്നത്? മുശ്ഫിഖൂൻ വിറച്ചുകൊണ്ട്, ഭയപ്പാടോടുകൂടി, ഭയവിഹ്വലരായിക്കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ ഭയപ്പെടുന്നത് എന്ന്. അതുകൊണ്ടൊരു സത്യവിശ്വാസിക്കുണ്ടാകേണ്ടുന്ന സ്വഭാവമാണെന്ത്? പേടി എന്ന് പറയുന്നത്, അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറയുന്നത് ഭയത്തോടുകൂടിയായിരിക്കണം പടച്ച തമ്പുരാനെ പേടിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്കിതിലൂടെ വിശദീകരിച്ചു തരുന്നത്. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോരായ്മകൾ നമുക്കുണ്ട്. അവന്റെ സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പോരായ്മകളോടുകൂടിയാണ് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചത്. അത് അക്ഷമനാകുക എന്നുള്ളതാണ്. നല്ലത് ബാധിക്കുമ്പോൾ എന്ത് ചെയ്യുക? അത് അവന് സ്വന്തമാക്കുകയും തിന്മകൾ ബാധിക്കുമ്പോ അതിൽ വല്ലാതെ അസ്വസ്ഥമാകുകയും ചെയ്യുന്ന ഒരു മനസ്സോടുകൂടിയാണ്, പ്രകൃതത്തോടുകൂടിയാണ് എന്ത് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. ക്ഷമയില്ലായ്മ ഏറ്റവും അധികം ഉള്ളത് മനുഷ്യരിലാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെ അങ്ങനെയാണ് ഉള്ളത് എന്നാണ് ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 70-ാം അധ്യായം, വിശുദ്ധ ഖുർആനിന്റെ 70-ാം അധ്യായം സൂറത്ത് മആരിജ് അതിന്റെ 19 മുതൽ 21 കൂടിയ വചനങ്ങളിലൂടെ ഖുർആൻ വിശദീകരിക്കുന്നു. എന്താണ്? ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ. മനുഷ്യനെ അക്ഷമനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഇദാ മസ്സഉ ശർറു ജസൂഅ. എന്തെങ്കിലും തിന്മ ബാധിച്ചാൽ, മനുഷ്യന് തിന്മകൾ ബാധിച്ചാൽ എന്താണ്? വല്ലാതെ പൊറുതികേട് കാണിക്കുമെന്ന് ഖുർആൻ പറയുന്നു. പിന്നീട് ഒരുപാട് ആക്ഷേപങ്ങള്, അത് അല്ലാഹുവിനെ പോലും നിഷേധിക്കുന്ന ഒരു സമീപനത്തിലേക്ക്, മതത്തെ പോലും നിഷേധിച്ച് തള്ളുന്ന ഒരു സമീപനത്തിൽ മനുഷ്യൻ എത്തിപ്പെടുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇനിയും എന്തെങ്കിലുമൊക്കെ നന്മ ബാധിച്ചാല്, പടച്ച തമ്പുരാൻ എന്തെങ്കിലും നന്മ കൊടുത്താല് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവം പിന്നീട് അതൊക്കെ എന്നിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്, എന്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് എല്ലാം തടഞ്ഞു വെക്കുന്ന, മറ്റുള്ളവർക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത അവസ്ഥയിലേക്ക്
അവസ്ഥയിലേക്ക് മനുഷ്യനെത്തും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. പക്ഷെ ഈ പോരായ്മകളൊക്കെ മനുഷ്യർക്കുണ്ട് എങ്കിലും ഇങ്ങനെയുള്ള പോരായ്മകളോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്കിൽ പോലും ഇതിനെയൊക്കെ അതിജയിക്കാനുള്ള പ്രതിവിധിയും അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് പ്രതിവിധികൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ അതിജീവിക്കേണ്ടുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ യാക്കൂബിനെ സൂറത്തിൽ തന്നെ ആരിതിൽ തന്നെ പടച്ച തമ്പുരാന് ഏതാണ്ട് 22 മുതൽ 35 കൂടിയ വചനങ്ങളിലൂടെ പടച്ച തമ്പുരാൻ വിശദീകരിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്താൽ, എന്തൊക്കെ പ്രവർത്തിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്വഭാവത്തെ മനുഷ്യന് മാറ്റിയെടുക്കാമെന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. അതിലേറെ പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. ഏറെ പ്രസക്തമായ, വളരെയധികം നമ്മുടെ വിഷയവുമായിട്ട് യോജിച്ചു വരുന്ന ഒരു സ്വഭാവ ഗുണം കൂടെ ഖുർആൻ വിശദീകരിക്കുന്നു. എന്താണ്? വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. അല്ലാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം, തങ്ങളുടെ രക്ഷിതാവിന്റെ ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ഭയപ്പാടുള്ളവരാണ് ഇങ്ങനെ രക്ഷപ്പെടാനുള്ള മാർഗമുള്ളവരെ എന്ന്. അപ്പൊ ഭയപ്പെടുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എപ്പോഴും റബ്ബിനെ കുറിച്ചുള്ള ഭയപ്പാടും പേടിയുമോടുകൂടിയായിരിക്കണം ജീവിക്കേണ്ടത്. അത് ഏത് സന്ദർഭത്തിലായിരുന്നാലും, കുടുംബത്തിലായിരുന്നാലും, സമൂഹത്തിലായിരുന്നാലും, സാമൂഹ്യ പ്രവർത്തനങ്ങളിലായിരുന്നാലും, സംഘടനാ രംഗത്തായിരുന്നാലും ഒക്കെ മനുഷ്യരെന്തായിരിക്കണം? അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, ആ ഉൾക്കിടിലം എന്തായിരിക്കണം? ഉണ്ടാകേണ്ടതുണ്ട്. സ്വഹാബിമാരുടെ ജീവിതത്തിൽ നമുക്ക് എത്രയെത്ര തെളിവുകളാണ് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംസാരത്തെക്കാൾ എന്റെ സംസാരം ഉയർന്നു പോകുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പിന്നെ വരാതായ സ്വഹാബിയുടെ ചരിത്രം നമുക്കറിയാം. അതേപോലെ തന്നെ എന്താണ്, തങ്ങളുടെ വീടിന് പറമ്പിലേക്ക്, അങ്ങേ പറമ്പിൽ നിന്നും വീഴുന്ന പഴങ്ങൾ എന്താണ്, തങ്ങളുടെ കുട്ടികൾ എടുത്ത് ഭക്ഷിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഓടിപ്പോയി ആ പഴങ്ങൾ എടുത്ത് അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് തന്നെ തിരിച്ചിടുന്ന സഹാബികളുടെ ചരിത്രം നമുക്കറിയാം. എന്തുകൊണ്ടായിരുന്നു? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഉൾക്കിടിലത്തോടുകൂടി പേടിയോടുകൂടി ജീവിച്ചു എന്നതുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ മുത്തക്കീങ്ങളാകുക നമ്മള്. ആ മുത്തക്കീങ്ങളായ ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ഖുശൂഉം മുശ്രിക്കായി മാറാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഖുർആൻ മറ്റൊരു ഭാഗത്ത് നമ്മളോട് വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ 21-ാം അധ്യായം സൂറത്ത് അംബിയാഇന്റെ 48-49 വചനങ്ങളിലൂടെ ഖുർആൻ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നു. മുത്തഖീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം യഖ്ശൗന റബ്ബഹും, അവരവരുടെ റബ്ബിനെ ഭയപ്പെടുന്നു. എങ്ങനെയാണ്? ബിൽ ഗൈബി, അദൃശ്യമായി കൊണ്ട് ഭയപ്പെടുന്നു. ആളുകൾക്കാണെയുള്ള എന്താണ്? ഭയപ്പാടല്ല, ആളുകളെ കാണിക്കുവാൻ വേണ്ടിയുള്ള റബ്ബിനോടുള്ള ഭയപ്പാടല്ല അവർ കാണിക്കുന്നത്. അദൃശ്യമായി വീടിനുള്ളിലിരിക്കുമ്പോഴും, ആരോരുമില്ലാത്തപ്പോഴും, എവിടെയായിരുന്നാലും ഒറ്റയ്ക്കിരിക്കുമ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണ് മുത്തഖികളായ ആളുകളെന്ന്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ ഗുണമാണ് പറഞ്ഞതെന്ത്? അള്ളാഹുവിനെ അദൃശ്യമായി ഭയപ്പെടുക. രണ്ടാമത്തേത് വഹും മിനസ്സാഅതി മുശ്ഫിഖൂൻ, അന്ത്യദിനത്തെ സംബന്ധിച്ചിടത്തോളം, അന്ത്യത നാളിനെ സംബന്ധിച്ച് പേടിക്കുന്നവരുമാണ് അവരെന്ന്. അങ്ങനെയുള്ള ഉൾക്കിടില മുശ്ഫിഖീങ്ങളായി മാറുവാനാണ് ഖുർആൻ നമ്മളോട് വ്യക്തമാക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തന്റെ നിരവധി ആയത്തുകളിലൂടെ വിശദമാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നന്മയിൽ മുന്നിട്ട് പോകുന്ന ആളുകൾ, നന്മ കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ചും ഖുർആൻ നമുക്ക് വിശദീകരിക്കുന്നുണ്ട്. നന്മ ചെയ്യുന്നതാരാ? ആർക്കാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു. എന്ത്? ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, ഒരു വിഭാഗം ആളുകള് അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ അവര് ഭയപ്പെടുന്നു. അതോ എങ്ങനെ? മുശ്ഫിഖൂൻ, നടുക്കം രേഖപ്പെടുത്തിക്കൊണ്ട്. വിശുദ്ധ ഖുർആനിന്റെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂന്റെ 61-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ
പറയുകയാണ്, ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുശ്ഫിക്കീങ്ങളായി മാറുന്നു, ഭയവിഹ്വലരായി മാറുന്നു എന്ന്. എന്നിട്ട് ഖുർആൻ ആ ആയത്തുകളുടെ അവസാന ഭാഗങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരുകയാണ്, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഇങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളെ നന്മയിലേക്ക് ഓടിപ്പോകുമെന്ന്, നന്മയിലേക്ക് ഓടിപ്പോകുന്ന ആളുകളുടെ സ്വഭാവത്തെ കുറിച്ചാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവർ അള്ളാഹുവിനെ ഓർത്ത് നടുക്കം രേഖപ്പെടുത്തുന്നവരാണ് എന്ന്. വഹും ലഹാ സാബിഖൂൻ. അവര് മുൻകടക്കുന്ന ആളുകളുമായിരിക്കും, നന്മയില് അവര് മുൻകടക്കുന്ന ആളുകളുമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു സ്വഭാവം, അള്ളാഹുവിനെ ഓർത്ത് കിടിലം കൊള്ളുന്ന ഒരു സ്വഭാവം സത്യവിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകണമെന്നാണ്, ഉണ്ടായിരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. ഇനിയും ആർക്കാണ് ഇങ്ങനെയുള്ള സ്വഭാവം ലഭിക്കുക എന്ന് ഒന്ന് നമ്മൾ പറഞ്ഞു. മുത്തക്കികളായ ആളുകള്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ ഭയപ്പെടും, അവർ അള്ളാഹുവിനെ കൊടുത്ത് കിടിലം കൊള്ളും. രണ്ടാമത്തെ വിഭാഗം ഈമാനുള്ള മനുഷ്യർ, ഈമാനുള്ള മനുഷ്യർ, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രഹസ്യമായും പരസ്യമായും അള്ളാഹു മാത്രമേ ആരാധനുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ ഏകദൈവ ആരാധകരായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും എന്താണ്? മനസ്സിനുൾക്കിടിലമുണ്ടാകുമെന്ന് ഖുർആൻ പറയുന്നു. അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖ്ഖി വൽ മീസാൻ. വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു എന്ത്? വിശുദ്ധ ഖുർആനിന്റെ 42-ാമത്തെ അധ്യായം സൂറത്ത് ശൂറയിലൂടെ അല്ലാഹു നിശ്ചയമായിട്ടും അല്ലാഹു അൻസലൽ കിതാബ ബിൽ ഹഖ്ഖി വൽ മീസാൻ. അല്ലാഹു സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചു, തെറ്റും ശരിയും തൂക്കി നോക്കുന്ന തുലാസും അല്ലാഹു ഇറക്കി തന്നു എന്ന്. വമാ യുദ്രീക ലഅല്ല സാഅതു ഖരീബ്. നിനക്കെന്തറിയാം? ആ അന്ത്യസമയം അടുത്ത് തന്നെ വരുന്നതാണ്, അന്ത്യസമയം അടുത്ത് തന്നെ വരുന്നതാണ്. പക്ഷേ അവിശ്വാസികളായ ആളുകള് അന്ത്യദിനത്തെ സംബന്ധിച്ചിടത്തോളം ധൃതി കൂട്ടുക. അവരെന്താ പറഞ്ഞ, വരട്ടെ, അന്ത്യദിനം വരട്ടെ, ഒന്ന് കാണട്ടെ എന്ന നിലയ്ക്കുള്ള ധൃതി കൂട്ടല്ലേ. ഇന്നും അതേപോലെയുള്ള ആളുകളുണ്ടല്ലോ, എന്നാ ഒന്ന് കൊണ്ടുപോവാ, അന്ത്യദിനം കൊണ്ടുപോവാ, എന്നാ അത് വരുന്നത്, അതിന്റെ ഡേറ്റ് എന്താണ്, അതിന്റെ തീയതി എന്താണ് എന്ന് എന്താണ് അവിശ്വാസികളായ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന്. എന്നാലോ വല്ലദീന ആമനു, വല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളെ മുശ്ഫിഖൂന മിൻഹാ വയഅലമൂന അന്നഹൽ ഹഖ്. അവരെന്ത് ചെയ്യുന്നു? കിടിലം കൊള്ളുകയാണ്. അവരാ ദിവസത്തെ ഓർത്തിട്ട് എന്ത് ചെയ്യുന്നു? കിടിലം കൊള്ളുന്നു എന്ന്. വയഅലമൂന, അവർക്കറിയുകയും ചെയ്യാം, അന്നഹൽ ഹഖ്, ആ ദിവസം വരിക തന്നെയും, ആ പരലോകം, ആ അന്ത്യദിനം സത്യമാണ് എന്ന കാര്യത്തില് വിശ്വാസികളായ ആളുകൾക്ക് യാതൊരു തർക്കവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅതി ലഫീ ളലാലിൻ മുബീൻ. അറിയണം, എന്താണ് അന്ത്യദിനത്തിന്റെ കാര്യത്തിൽ തർക്കം നടത്തുന്ന ആളുകൾ, അന്ത്യദിനത്തെ സംബന്ധിച്ചിടത്തോളം തർക്കിക്കുന്ന ആളുകൾ എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങേയറ്റത്തെ വഴിപിഴവിൽ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. അപ്പൊ എന്താണ്? സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ഏത് സമയത്തും എപ്പോഴും എന്തായിരിക്കണം? അള്ളാഹുവിനെ സംബന്ധിച്ച ഉൾക്കിടിലത്തോടുകൂടി മാത്രമേ ജീവിക്കാവൂ എന്നാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. ഏത് തരത്തില്? അത് എല്ലാ നിലയ്ക്കും നമുക്ക് അനുഗ്രഹപൂർണമായി മാറുമെന്ന്. നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗത്തെ, നാളെ സ്വർഗത്തില് പ്രവേശിക്കുന്ന ഒരു, നമ്മുടെ ലക്ഷ്യം അതാണല്ലോ, സ്വർഗീയമായ പ്രവേശനം ലഭിക്കുക എന്ന്. നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ ഒരു വിഭാഗത്തിന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താണ്? സ്വർഗക്കാര് തമ്മിലുള്ള ഒരു സംസാരം നാളെ സ്വർഗത്തിൽ നടക്കും. സ്വർഗത്തിൽ എന്ത് ചെയ്യാണ്? സ്വർഗക്കാർ കൂടിയിരുന്നിട്ട് അവരിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോ അവരിങ്ങനെ
പറയും പരസ്പരം ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അവര് ചിലരെ ഇങ്ങനെ അഭിമുഖീകരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പരലോകത്ത് സ്വർഗത്തിൽ ഇങ്ങനെ നടക്കും. ആ കൂട്ടത്തിൽ ഖാലൂ, സ്വർഗക്കാരായ ആളുകൾ പറയുമെന്ന എന്താ പറയുന്നത്? ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, ഞങ്ങളുടെ വീട്ടുകാരുടെ അടുത്തായിരിക്കുമ്പോ, ഞങ്ങളുടെ അഹ്ലുകാരുടെ അടുത്ത് ഞങ്ങളായിരിക്കുമ്പോൾ എന്തായിരുന്നു? മുശ്ഫിഖീൻ, അല്ലാഹുവിനെ പേടിച്ച് ഭയവിഹ്വലരായിട്ട് ഞങ്ങൾ ജീവിക്കുകയായിരുന്നു എന്ന്. നിങ്ങൾ നോക്ക്, എവിടെയായിരുന്നാലും ഇന്ന് പലപ്പോഴും പല ആളുകൾക്കും സാധിക്കാത്തതാണ്. അതെന്ത്? പള്ളിയിൽ വരുമ്പോഴും അതേപോലെ മത രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ നമുക്ക് തഖ്വയും നമുക്ക് സൂക്ഷ്മതയും കിടിലവും അല്ലാഹുവിനെ പേടിയും ഭയവും ഒക്കെ നമുക്കുണ്ടാകും. പക്ഷേ വീട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോ, കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പോ, മക്കളോടൊപ്പം ജീവിക്കുമ്പോ, അതോടൊപ്പം എന്താണ് മറ്റാഘോഷ വേളകളൊക്കെ കുടുംബങ്ങളിൽ വരുമ്പോ നമുക്ക് എത്ര കണ്ട് അല്ലാഹുവിനെ പേടിക്കാനും അല്ലാഹുവിനെ ഭയപ്പെടാനും വിശ്വാസികളെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് നമ്മുടെ ഈമാനിനെ കരുത്തുറ്റതാക്കുന്നതും നമ്മുടെ ഈമാനിനെ അടിയുറപ്പിക്കുന്നതുമായ മേഖലയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ആളുകൾ അല്ലാഹു കുടുംബത്തോടൊപ്പം ഉണ്ടാകുമ്പോ അല്ലാഹുവിനെ പേടിച്ച് ഉൾക്കിടിലം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സ്വർഗത്തിൽ വന്നിരിക്കുന്നത് എന്ന് സ്വർഗക്കാരായ ആളുകളെ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെ അല്ലാഹുവിനെ പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു എന്നുള്ളത് കൊണ്ട് അല്ലാഹു ഞങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നു, അല്ലാഹു ഞങ്ങളോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. തുളച്ചു കീറുന്ന നരകത്തിന്റെ അഗാധമായ ശിക്ഷയിൽ നിന്നും അല്ലാഹു ഞങ്ങളെ രക്ഷിക്കാനുള്ള കാരണവും എന്താണ്? ഞങ്ങള് അങ്ങേയറ്റം ഉൾക്കിടിലത്തോടുകൂടി ഭയപ്പാടോടുകൂടി ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ജീവിച്ചു എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഈ സ്വർഗക്കാരായ ആളുകളുടെ സംഭാഷണത്തില് അവർ പറയുമെന്ന് വിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായം സൂറത്ത് തൂറിന്റെ 25 മുതൽ 27 കൂടിയ വചനങ്ങളിലൂടെ വിശദമാക്കുകയാണ്. അതുകൊണ്ട് ഭൂമി ലോകത്ത്, ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കേട്ട്, ഒരുപാട് സംഭവങ്ങൾ കണ്ട് ഉൾക്കിടിലവും പേടിയും ഭയവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കില് വിശ്വാസികളെ, അല്ലാഹുവിനെ ഓർത്ത്, അല്ലാഹുവിന്റെ ഗ്രന്ഥമോർത്ത്, അല്ലാഹുവിന്റെ പരലോകത്തെ സംബന്ധിച്ച പ്രഭാഷണങ്ങളും രംഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എത്ര കണ്ട് ഉൾക്കിടിലമുണ്ടാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് വിചാരണ ചെയ്ത് നോക്കുക. നാളെ രക്ഷപ്പെടാനുള്ള മാർഗമെന്നുള്ളത് ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് എന്ന് പ്രത്യേകമായിട്ട് വിശുദ്ധ ഖുർആനിന്റെ നിരവധി വചനങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഭയപ്പാടോടുകൂടി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അതിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഊസിക്കും ദാനിയം ബിത്തഖ്വ. സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബിനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് രണ്ടാമത് ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ദുനിയാവില് അള്ളാഹുവിനെ പേടിക്കാതെ ഭയപ്പെടാതെ ജീവിക്കുന്ന ആളുകൾ വല്ലാത്ത ഉൾക്കിടലവും പേടിയും
ഭയവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം അന്ന് അവര് പേടിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്ന് പേടിക്കാതെ ജീവിക്കുന്ന ആളുകൾ, ഇന്ന് അതിനെക്കുറിച്ച് ആലോചിക്കാതെ ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ ചര്യകളും അവഗണിച്ച് ജീവിക്കുന്ന ആളുകൾ, ഒരു ഭയപ്പാടും അവർക്കില്ല. എന്ത് ചെയ്യാനും എന്ത് പ്രവർത്തിക്കാനും ഒരു മനസാക്ഷിക്കുത്തുമില്ലാത്ത തരത്തിൽ ഒരു പേടിയും ഭയപ്പാടും ആശങ്കയുമില്ലാത്ത ആളുകൾക്ക് പേടിയുടെ ഒരു ദിനം വരുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അന്ന് അവർ പേടിക്കും. അന്നവർ വല്ലാതെ ഈ ദുനിയാവിൽ മുത്തക്കികളായ ആളുകൾ ഭയവിഹ്വലരായതുപോലെ അവർ അന്ന് ഭയപ്പെടുമെന്ന് ഖുർആൻ പറയുന്നു. ഒരു ദിവസം ഉണ്ടായിരുന്നു. ഏതാ ദിവസം? പരലോകത്തെ, അല്ലെ? വിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കുന്നുണ്ട്. എന്റെ വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്തു മറിയമിന്റെ 49-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പറയുന്നതാണ്, അങ്ങനെ എന്താണ്? അവർക്ക് കിതാബ് അങ്ങോട്ട് വെക്കപ്പെടുമ്പോ പരലോകത്ത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ വെക്കുമല്ലോ. പ്രവർത്തിച്ചതിന്റെ, ഈ ദുനിയാവിൽ പ്രവർത്തിച്ചതിന്റെ രേഖ അങ്ങോട്ട് കൈമാറുമ്പോ മുജ്രിമീങ്ങളായ ആളുകൾ, കുറ്റവാളികളായ ആളുകൾ, മുശ്ഫിഖീന മിമ്മാ ഫീഹി, അതിലുള്ളതൊക്കെ കണ്ടിട്ട് വല്ലാതെ ഉൾക്കിടിലമുണ്ടായി പോകും, കിടുങ്ങിപ്പോകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അന്ന് കിടുങ്ങാതിരിക്കാൻ, ആ കിടിലം വിശ്വാസികളെ ബാധിക്കാതിരിക്കാൻ ഇന്ന് നമ്മൾ അല്ലാഹുവിനെ ഓർത്ത് കിടുങ്ങണം, എന്നിട്ട് അല്ലാഹുവിനെ ഓർത്ത് ഭയപ്പെട്ട് ജീവിക്കണം എന്നാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. മറ്റൊരു രംഗം കൂടെ ഖുർആൻ വിശദീകരിക്കുന്നു. ഖുർആനിലെ 42-ാം അധ്യായം സൂറത്ത് ശൂറയുടെ 22-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പിന്നെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്ത്? തറല്ലാലിമീന, അന്നെന്തെയും ആളുകളെ നിനക്ക് കാണാം, ചില ആളുകളെ കാണാം. എങ്ങനെയാണ് അവര്? മുശ്ഫിഖീന, പേടിച്ച് അങ്ങേയറ്റത്തെ അട്ടഹാസത്തോടുകൂടി വിറങ്ങലിച്ച് ഭയവിഹ്വലരായി നിൽക്കുന്ന കുറെ ആളുകളെ നിനക്ക് കാണാം. എന്തുകൊണ്ടാണ്? മിമ്മാ കസബു, അവര് സമ്പാദിച്ചതുമായിട്ട് അവരെങ്ങനെ നിൽക്കുകയാ, അല്ലെ? അവർ ഈ ദുനിയാവിൽ സമ്പാദിച്ച അവരുടെ സമ്പാദ്യങ്ങളുമായിട്ട് ഉൾക്കിടിലത്തോടുകൂടി ഭയത്തോടുകൂടി നിൽക്കുന്ന കുറെ ആളുകളെ നിനക്ക് കാണാമെന്ന്. അവര് സമ്പാദിച്ചു വെച്ചതിനുള്ള ശിക്ഷ എന്ത്? അവർക്ക് വന്നു ഭവിക്കുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് അന്നത്തെ ഉൾക്കിടിലമുണ്ടാകാതിരിക്കാൻ, അന്ന് ഭയപ്പെടാതിരിക്കാൻ, അന്ന് നിർഭയത്വത്തോടുകൂടി സ്വർഗത്തിലേക്ക് കടക്കാൻ ഉള്ള പ്രയത്നമായിരിക്കണം ഈ ദുനിയാവിൽ നമ്മൾ നിർവഹിക്കപ്പെടേണ്ടുന്നത്. ഏതൊരു ഘട്ടത്തിലും ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. പണ്ടത്തേതിനേക്കാൾ ഒരുപാട് മാറി. ഒരുപാട് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു, ഒരുപാട് തിന്മകൾ വർദ്ധിച്ചു വരുന്നു, ഒരുപാട് അപഹാസ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനക്കരുത്ത് നൽകുന്ന, അവന് സ്ഥൈര്യം നൽകുന്ന, അവനെ ഉറപ്പിച്ചു നിൽക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയവും പരലോക വിശ്വാസവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പരലോകത്തെ ഒരു ഭയവുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഈ ദുനിയാവിൽ നന്മയും തിന്മയും വ്യവച്ഛേദിച്ച് തന്ന് അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. ആ മാർഗദർശനത്തെ പുൽകിക്കൊണ്ട് അതിനെ എടുത്തെടുത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യതയും നമ്മുടെ ധർമ്മവുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക. അങ്ങനെ സ്വർഗത്തിൽ പേടിയില്ലാതെ ഭയപ്പാടില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തില് അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യാതൊരു ഭയപ്പാടുമില്ലാതെ
ഇല്ലാതെ യാതൊരു പേടിയുമില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നാഥ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. നാളെ പരലോകത്ത് അവിടെ ചെന്നിട്ട് ഭയവിഹ്വലരാകുന്നവരുടെ കൂട്ടത്തിൽ, പേടിക്കുന്നവരുടെ കൂട്ടത്തില് അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ നാഥ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അതോടൊപ്പം സൂചിപ്പിക്കുകയാണ്. ഒന്ന്, എല്ലാ ആഴ്ചയും നമ്മൾ സൂചിപ്പിക്കുന്ന പള്ളി നമ്മുടെ പരിപാലന ഫണ്ടാണ്. അതിന് കാര്യമായ നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകണം. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയാണ്. നാളെ കിടിലമുണ്ടാകാതെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താണ്, കാര്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോരുത്തരും ബക്കറ്റുകൾ പുറത്തുണ്ട്, നിങ്ങളുടെ കാര്യമായ സഹായങ്ങൾ ഈ പരിപാലനത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് എന്താണ് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഒരു സഹോദരന്റെ മാതാവ് വളരെ നമ്മൾ ഒരിക്കൽ ദുആ ചെയ്തതാണ്, വളരെ അത്യാസന്നനായ നിലയില് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ആ മാതാവ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവന്റെ തീരുമാനം എന്താണോ ആ തീരുമാനം അള്ളാഹു വേഗത്തിൽ നടപ്പാക്കുന്നതിന് ഒന്നുകിൽ എന്താണ് അള്ളാഹുവിന്റെ ശമനം, പരിപൂർണമായ ശമനം ലഭിച്ച് അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുക, അല്ലെങ്കിൽ അള്ളാഹു എന്ത് തീരുമാനിച്ചോ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാനുള്ള പ്രാർത്ഥന നമ്മൾ നടത്തുക. അള്ളാഹു ആ മാതാവിനെ പടച്ചതമ്പുരാനെ നീ എന്താണോ നിന്റെ മനസ്സ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നടപ്പാക്കിക്കൊണ്ട് ആ മാതാവിന് എല്ലാ സൗഖ്യങ്ങളും അള്ളാഹുവേ നീ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മളും എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അള്ളാഹു ആ മാതാവിന് പരിപൂർണമായ ശമനം അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു നൽകുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ ഒരു പ്രവർത്തകന്റെ ബന്ധു വളരെ ഒരു രോഗം സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയുള്ള പരിശോധന കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പൊ എന്താണ്, ആ റിപ്പോർട്ട് വരുമ്പോ യാതൊന്നുമില്ലാതെ യാതൊരു അസുഖവും അവർക്കില്ലാത്ത തരത്തിലുള്ള റിപ്പോർട്ടായി മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരിക്കും അള്ളാഹു യാതൊരു കുഴപ്പവും ഇല്ലാതെ ആ റിപ്പോർട്ട് വളരെ നെഗറ്റീവായി തന്നെ ആ റിപ്പോർട്ട് നിലനിർത്താൻ അള്ളാഹുവെ നീ അനുഗ്രഹിക്കുമാറാകണമേ. പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാ സഹോദരന്മാർക്കും നീ അള്ളാഹുവെ മാറ്റിക്കൊടുക്കണമേ എന്ത് ചെയ്യാണ് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ലോക മുസ്ലിങ്ങള് ഇന്ന് വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം പലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിൽ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ, അവിടുത്തെ കുട്ടികളും മക്കളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ പത്രങ്ങളിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസേന എന്നോളം. അള്ളാഹു അവിടെയൊക്കെ മുസ്ലിങ്ങളായ സമൂഹത്തിന് അള്ളാഹു എല്ലാ രക്ഷയും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകുക. പിന്നെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ എന്താണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷെ പ്രാർത്ഥന വലിയ ഒരു ആരാധനയും അതോടൊപ്പം ഒരു ആയുധവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് സുഖവും സൗഖ്യവും കിട്ടുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ വീണ്ടും ഓർപ്പിക്കുകയാണ്, SIR-മായി ബന്ധപ്പെട്ട് ഇനിയും ആരെങ്കിലുമൊക്കെ പൂരിപ്പിച്ചു കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അതിന്റെ കടമകളൂടെ നിർവഹിക്കുക. വളരെ അത്യാവശ്യമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ പൗരത്വം പോലും പോലും ഭീഷണിയായി മാറുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി പെരുമാറാകട്ടെ. എല്ലാവർക്കും രോഗം വസിയത്ത് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അവരുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യുന്ന ആളുകളുടെ ഒക്കെ ആവശ്യങ്ങൾ, ഹലാലായ ആവശ്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഇങ്ങനെയുള്ള പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും ഒക്കെ അള്ളാഹു പൂർണ്ണമായ ശമനം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ ആദർശ ബന്ധുക്കള്, നമ്മളുമായി ഏറ്റവും അടുത്ത ആളുകള്, നമ്മുടെ ബന്ധുക്കള്, എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊടുക്കുമാറാകട്ടെ. ലോകത്ത് മുസ്ലിങ്ങളായതിന്റെ പേരില് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മർദ്ദനങ്ങളും പീഡനങ്ങളും യുദ്ധക്കെടുതികളും അനുഭവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്.
മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. അവിടെയൊക്കെ അള്ളാഹുവേ നിന്റെ വിജയവും നിന്റെ സഹായവും നിന്റെ കാരുണ്യവും പ്രദാനം ചെയ്യുമാറണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.